നമ്മൾ നേരെ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. അവിടെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. സംഘർഷം അതിരൂക്ഷമാണ്. ഇറാനിലെ നഗരങ്ങളിലേക്ക് വ്യാപക ആക്രമണം അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തി. ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദെ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ് ശക്തമായ ആക്രമണം നടത്തുമെന്ന്. അത് ട്രംപിന്റെ വാക്ക് ട്രംപ് പാലിക്കുന്നു എന്നുള്ള ആംഗിളിലേക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ട്രംപ് പറയുന്നു, ട്രംപ് അത് നടപ്പിലാക്കുന്നു. ഇറാൻ ഹോർമുസ് അടയ്ക്കുന്നു, ഒരു കപ്പലും ആ വഴി വിടില്ല. ഈ സമാധാനമൊക്കെ അകലെയാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് നാള് പറയായി. പക്ഷേ ഇത് സംഘർഷം വീണ്ടും വീണ്ടും വഷളാവുന്ന സാഹചര്യത്തിലേക്കില്ല നീങ്ങുന്നത്. ഹരി, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ വ്യാപകമായ ആക്രമണം ഇറാന് മേലുണ്ടാകുന്നു. ഇറാനാകട്ടെ ഇതിന് പ്രതികാരമെന്നോണം ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ഹോർമുസ് അടയ്ക്കുമ്പോൾ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് ഒരു കപ്പലുകളും കടത്തിവിടില്ല എന്ന കാര്യമാണ്. അതായത് കപ്പലുകൾ കടന്നുപോയാൽ ഈ സഞ്ചരിക്കുന്ന കപ്പലുകൾ ശത്രുവിനെ സഹായിക്കുന്ന കപ്പലുകളാണ് എന്ന് തങ്ങൾ വിലയിരുത്തും എന്ന കാര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, അമേരിക്കയും ഈ നാവിക ഉപരോധം അല്ലെങ്കിൽ അവരുടെ സമുദ്ര ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണ്. 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. 3 പേരെ കാണാതായി, ഒരാൾ മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടതെന്ന വിവരങ്ങളാണ്. അത് അനൗദ്യോഗികമാണ്. ഔദ്യോഗികമായി ഇതുവരെ അത്തരം ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു രാജ്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യക്കാരുണ്ടായിരുന്ന കപ്പലാണ്. സ്വാഭാവികമായും നേരത്തെയും 5 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 24 പേർ ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സെറ്റോബെല്ല എന്ന ഒരു കപ്പലിനാണ്. അത് ഇന്ത്യൻ പതാകയുള്ള കപ്പലല്ല. എന്നാൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇറാന് നേരെ വലിയ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇറാൻ്റെ തെക്കൻ മേഖലകളിൽ അവിടുത്തെ പ്രവിശ്യകളായ സിരിക്ക്, മിനാബ്, ഖേഷം ദ്വീപ്, ഹെഗബ് ദ്വീപ്, ഗോർഗാൻ തുടങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നേരത്തെ അവിടെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നീടത് കുടിവെള്ള വിതരണ പ്ലാന്റുകളിലേക്കുള്ള ആക്രമണം നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടക്കുന്നു. അവിടെ ഈ ഭൂമിക്കടിയിലെ ഭൂഗർഭ അറകളിലേക്കൊക്കെ ജനങ്ങളെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് ഇറാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് അത്തരമൊരു ഭീഷണി മുഴക്കിയത്. ഇറാനെ അവസാനിപ്പിക്കുന്നു, അവസാന യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചന തന്നെയാണ് നൽകിയത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെ ഭയപ്പെടുത്തിയിരുന്ന ആൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. അത് മുസ്തഫ ഖമേനിയെ സൂചിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചാണോ അങ്ങനെ വരികൾക്കിടയിൽ പറഞ്ഞതെന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഹോർമുസ് അടച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു. മാത്രമല്ല, അമേരിക്കയെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ പറയുന്നു. ഇന്ധനവിലയുടെ കാര്യവും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ഹോർമുസ് അടയ്ക്കുമ്പോൾ തീർച്ചയായും ഈ ക്രൂഡ് ഓയിൽ വില ഉൾപ്പെടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് 3 തവണയാണ് പാചകവാതക സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറുകൾക്കുമായി അടിക്കടി വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നഷ്ടത്തിലാണെന്ന വിശദീകരണമാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വിപണിയുടെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഈ യുദ്ധം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു ഇടമാണ് ഇന്ത്യൻ ഓഹരി വിപണി. അതോടൊപ്പം അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊന്നും തന്നെ ആ തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. അവരുടെ വിപണി കുറച്ചുകൂടി സ്ട്രോങ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു ശുഭകരമായ കാര്യമല്ല. ഏതായിരുന്നാലും ഈ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന് ട്രംപ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഹരി,
അതിനാണ് സാഹചര്യം. യെസ്, അത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടി ഇത് കൂടുതൽ പ്രശ്നം ഇന്ത്യയിലേക്ക് നീങ്ങുമല്ലോ. വിനോദ് സൂചിപ്പിച്ച പോലെ നമുക്ക് ആ ഒരു ആസ്പെക്റ്റും കൂടെ സംസാരിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ പാചകവാതക സിലിണ്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എണ്ണ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ വില കുത്തനെ കൂടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഇനി താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഇപ്പം തന്നെ ഹോട്ടൽ ഉടമകളൊക്കെ പ്രതിഷേധത്തിൽ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ നീങ്ങുമ്പോഴാണല്ലോ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇനി ഒരു കപ്പലും കടത്തി വിടില്ല. ഏത് കപ്പൽ കടത്തി വിട്ടാലും അത് ഞങ്ങളുടെ ശത്രുവായിട്ട് കൂട്ടും, വെടിയുതിർക്കും എന്നുള്ള രീതിയിലാണ് ഇറാനും പോകുന്നത്. അപ്പോൾ ആ സാഹചര്യം ഇന്ത്യ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആംഗിൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഇറാൻ അവരുടെ അവസാന ആയുധമാണ് ഈ ഹോർമൂസ് അടയ്ക്കുക എന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള വജ്രായുധമാണ് ഹോർമൂസ്. നേരത്തെയും ഹോർമൂസ് അടച്ചുകൊണ്ടുള്ള വലിയ സമ്മർദ്ദത്തിലേക്ക് ഇറാൻ പോവുകയായിരുന്നു. അവിടെയാണ് അമേരിക്കയ്ക്ക് മേൽ അല്ലെങ്കിൽ ഇസ്രായേലിന് മേൽ മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായത്. കാരണം ആ രാജ്യങ്ങളെയൊക്കെ തന്നെ, യൂറോപ്യൻ മേഖലയെയും അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഈ ഹോർമൂസ് അടയ്ക്കുക എന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോൾ തന്നെ അമേരിക്കയുടെ ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ കടത്തിവിടാതുള്ള അമേരിക്കയുടെ ഉപരോധം അവിടെ നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇറാൻ കൂടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്, കടുത്ത നിലപാടിലേക്ക് ഇറാൻ കൂടി പോകുന്നത്. ആ പ്രദേശത്തു കൂടി കപ്പലുകൾ കടത്തിവിടില്ല. അത് പ്രത്യേകിച്ച് ഈ പേർഷ്യൻ കടലിടുക്ക്, ഒമാൻ തീരം, ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഉപരോധത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. അതായത് മറ്റ് തീരങ്ങളിൽ നിന്നുകൂടി, ഒമാൻ്റെ തീരത്ത് നിന്ന് ഉൾപ്പെടെ അങ്ങനെ കപ്പലുകൾ സഞ്ചരിച്ചാൽ അതിനെ ആക്രമിക്കുമെന്നാണ് IRGCയുടെ ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഈ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെ രണ്ട് രാജ്യങ്ങളും പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഇറാൻ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. പക്ഷേ ഈ ആക്രമണം കൊണ്ട് അടുത്ത് സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്നത് ഈ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ ധാരാളമുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെ ഗൾഫ് മേഖലയിൽ വലിയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമോ എന്ന വലിയ ഭീതിയും അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമൊക്കെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഹരി, ഗൾഫ് മേഖലയിലേക്ക് യുദ്ധം നീങ്ങുമോ എന്നുള്ളത് ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യപ്രകാരം വളരെയധികം സംഘർഷാവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൂടുതൽ, പശ്ചിമേഷ്യയിലെ യുദ്ധം വളരെയധികം സംഘർഷമായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം, സമാധാനമൊക്കെ എത്രയോ അകലയിലാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ മാറുന്നത്. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.